ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓൺ സ്പെഷ്യൽ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ആലങ്ങി എന്നും ചീടയെന്നും കളിയടക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നതാണിത്. കൂടുതലും ഓണക്കാലത്താണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഗോതമ്പ് മാവാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ml മെഷറിംഗ് കപ്പ് 2 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. 2 നുള്ളു ജീരകം ഇടാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇടണമെന്നില്ല. ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ എള്ള് കൂടി ഇടുന്നുണ്ട്. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ നന്നായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുക്കണം. ശർക്കരയ്ക്കകത്ത് മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് പാനി കാച്ചി എടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വരും. അങ്ങനെ ഒരു പ്രത്യേക അളവില്ല. ഇത് നെയ്യിൽ വറുത്തെടുക്കണം. ഇനി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി. ഈ സമയത്ത് തേങ്ങ നന്നായി മൂപ്പിച്ചെടുത്താൽ ആലങ്ങി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ഒന്നുകൂടി മൂത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗോൾഡൻ കളർ മതിയെന്ന് പറയുന്നത്. ഇപ്പോൾ തേങ്ങ ഒരു ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഇത് നേരെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മാവിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ശർക്കര പാനി കാച്ചി എടുക്കാം. ശർക്കര കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര ഉരുവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര മുഴുവനും ഉരുവി വന്നിട്ടുണ്ട്, പതഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ചതച്ച ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അല്ലാതെ ഏലക്കാപ്പൊടി നേരിട്ട് മാവിൽ ചേർത്താലും മതി. ഇങ്ങനെ ചേർക്കുമ്പോൾ ശർക്കര പാനിയിൽ നല്ലൊരു മണം ഉണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുമിച്ച് ഒഴിക്കണ്ട, ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി. കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ചൂടാണിപ്പോൾ. ചൂടൊന്ന് കുറയുമ്പോൾ ഇളം ചൂടോട് കൂടി തന്നെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് ടൈം എടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുക്കണം. ഒരു പാത്രം എടുത്ത് ഒരല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ എന്ത് വേണോ തടവി കൊടുക്കാം. ബോൾസ് പറക്കി വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി കുറേശ്ശെ മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുക്കാം. കൈവെള്ളയ്ക്കകത്ത് മാവ് വെച്ച് നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്താൽ മതി. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ ചെറിയ പണിയൊക്കെ അവർക്കും കൊടുക്കാം. അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ. അവർ നന്നായി ഉരുട്ടി തരും. ഇവിടെ ഇപ്പോൾ എനിക്ക് എൻ്റെ മക്കൾ ഉരുട്ടി തരുന്നുണ്ട്. നമ്മുടെ ജോലി കുറച്ച് ഈസിയാവും. ഇപ്പോൾ മുഴുവൻ മാവും ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയെടുക്കാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും മാവിട്ട് നോക്കാം. എണ്ണ മൂത്തോന്നറിയാൻ മാവിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അത് മുകളിലേക്ക് പതഞ്ഞ് പൊങ്ങി വരും. ഇപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട്. ഓരോ ബോൾസായി ഇട്ട് കൊടുക്കാം. എല്ലാ ബോൾസും കൂടെ ഒരുമിച്ച് എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്, ഞെരുങ്ങിപ്പോകും. ഒരു 8-10 എണ്ണ ഇട്ട് കൊടുത്താൽ മതി. എണ്ണയിൽ മുങ്ങി നിൽക്കണം. ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചൂട് കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവുകയും ഇല്ല. മാത്രമല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചൂടായി കിട്ടിയ ചൂട് അതേപടി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ വറുത്ത് കോരി എടുക്കാവൂ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒക്കെ ഇടുകയാണെങ്കിൽ നന്നായി ചൂട് കിട്ടും. അപ്പോൾ ഗോതമ്പ് മാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് കോരി എടുക്കണമെന്ന് പറയുന്നത്. ഇത് ഗോതമ്പ് മാവിലുണ്ടാക്കുന്ന ആലങ്ങയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് വറുത്ത് കോരി എടുക്കണം. നല്ല ബ്രൗൺ കളർ ആകട്ടെ എന്ന് കരുതിയിരുന്നാൽ ഇത് കരിഞ്ഞു പോകും.
അതുകൊണ്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആ സമയം നോക്കി വറുത്ത് കോരി എടുക്കണം. ഇത് വറുത്ത് കോരി എടുത്താലും ആ ചൂടിലിരുന്ന് ഒന്നുകൂടി ഒന്ന് മൂത്ത് കിട്ടും. ആ ഗോൾഡൻ കളർ ആകുന്ന സമയം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആ സമയത്ത് കോരി മാറ്റി എടുക്കണം. നല്ലതുപോലെ മൂത്തിട്ട് കോരാമെന്ന് വിചാരിച്ചാൽ ആലങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു ബാച്ച് ആലങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കി കൂടി വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ മുഴുവൻ ആലങ്ങയും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. തണുത്ത് കിട്ടുമ്പോഴാണ് ആലങ്ങയ്ക്ക് ക്രിസ്പിനെസ് കൂടുന്നത്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിനെസ് ഉള്ളതും അകം കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്